ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് പാൽപ്പത്തിരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്ന പാൽപ്പത്തിരി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിയാണ് കേട്ടോ പാൽപ്പത്തിരി. നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റിയും സോഫ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൽപ്പത്തിരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് പാൽപ്പത്തിരി ഉണ്ടാക്കാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരി വയ്ക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. കൂടെ 2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 കപ്പ് മൈദയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് അല്ലെങ്കിൽ 2.25 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്. ഇനി 1/4 സ്പൂൺ ഉപ്പ്, 1 പിഞ്ച് ഏലക്കാപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ, പത്തിരി ചുടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കനം കുറച്ച് വേണം നമ്മൾ ദോശ ചുടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം മാവ് തിക്കാവാനും പാടില്ല. അതുകൊണ്ട് കറക്റ്റ് അളവിലായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. 2 കപ്പ് മൈദയ്ക്ക് 2.25 കപ്പ് വെള്ളം വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. 2.5 കപ്പ് വരെ വെള്ളം ആവാം. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പറ്റില്ല മാവ്. അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാനിൽ നമ്മൾ ദോശ ചുടുന്നതിന് മുമ്പ് ഒന്ന് നെയ്യൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. വളരെ കനം കുറച്ച് ദോശ ചുട്ടെടുക്കേണ്ടത്. ദോശ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ഒരുപാട് ഷേപ്പൊന്നും ഉണ്ടാവില്ല, എങ്കിലും സാരമില്ല. നമ്മൾ ഈ ദോശ ഓരോന്നായിട്ട് ഓരോ ലെയറായിട്ട് നമ്മൾ വെക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ആ പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാത്രം, എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ മൂടിയോ വെച്ച് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ കനം കുറച്ച് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് നല്ലതുപോലെ ഒന്ന് കരിഞ്ഞു പോവുകയൊന്നും വേണ്ട. ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒരുപാട് കരിയേണ്ട. ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാ മാവിനും ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. 10 ദോശയാണ് കേട്ടോ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതൊഴിച്ച് കൊടുക്കാം. ഇനി 2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും ആവാം. തേങ്ങാപ്പാലാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണം, മധുരം വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 പിഞ്ച് ഏലക്കാപ്പൊടിയും 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതെന്തിനാണ് നമ്മൾ അരയ്ക്കുന്നത്, ഇത് അരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ പത്തിരിയുടെയും മീതെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണ്. ഓരോ ലെയറിന് മീതെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കാൻ സൗകര്യത്തിന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഓരോ ദോശയായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പത്തിരി ഉണ്ടല്ലോ, അതിനെ ഒരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് അടുക്കി വെക്കാം കേട്ടോ. ഞാൻ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുള്ളത് വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി കേക്ക് ടീനിൽ സൈഡിലും കേക്ക് ടീനിൽ അടിയിലും നല്ലതുപോലെ ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഓരോ പത്തിരിയും ചുട്ട് വെച്ചിട്ടുള്ള ഓരോ പത്തിരിക്കും മീതെ നമ്മൾ ഇപ്പോൾ തേങ്ങാപ്പാലും മുട്ടയും കൂടെ അടിച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഓരോ ലെയറിന് മീതെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ.
അങ്ങനെ നമ്മൾ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പത്തിരി ചുടാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഒരു 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി. ദേ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ നമ്മൾ കേക്ക് ടിന്നിൻ്റെ സൈഡിലും അടിയിലുമൊക്കെ നല്ലതുപോലെ നെയ്യ് തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് വരികയും ചെയ്തു. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് നോക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നമുക്ക് കട്ട് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലേ. ഓരോ ലെയറായിട്ടും കണ്ടില്ലേ വിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരിയാണ്. അപ്പോൾ ഇത് ചൂടാറി കഴിയണ സമയത്ത് അത് കൂടുതൽ ലെയർ നല്ലതുപോലെ തെളിഞ്ഞ് കാണാം കേട്ടോ. ഇത് ഞാൻ ചൂടാറി കഴിഞ്ഞതിന് ശേഷമുള്ള പത്തിരിയാണിത്. കണ്ടില്ലേ, ഓരോ ലെയറും ഓരോന്നായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓരോന്നും വിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സോഫ്റ്റാണ്, ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും